സ്കൂളിലെ ക്ലാസ്സിലിരിക്കില്ല, എഴുത്തും വായനയും അറിയില്ല. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ വഴി എല്ലാം പഠിച്ചെടുക്കാൻ ശ്രമിക്കുകയും അതുവഴി തൻ്റെ കഴിവുകൾ കൊണ്ട് ആരെയും അത്ഭുതപ്പെടുത്തുകയുമാണ് അജ്സൽ എന്ന ബാലൻ. തിരുവമ്പാടി ചേപ്പിലങ്കോട് കടായിക്കൽ ജമാൽ സബീറ ദമ്പതികളുടെ 3 മക്കളിൽ രണ്ടാമനായ അജ്സലിൻ്റെ ആഗ്രഹവും ഒരു ശാസ്ത്രജ്ഞനാവുക എന്നതാണ്. എഴുത്തും വായനയും അറിയില്ല, എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ ഉപയോഗിച്ച് എല്ലാം പഠിക്കാൻ ശ്രമിക്കും. പഠന വൈകല്യമുള്ള ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥി പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കിയ വർക്കിംഗ് മോഡലുകൾ കണ്ടാൽ നമ്മൾ അതിശയിക്കും. തിരുവമ്പാടി ചേപ്പിലങ്കോട് കടായിക്കൽ ജമാൽ സബീറ ദമ്പതികളുടെ 3 മക്കളിൽ രണ്ടാമത്തെ മകനായ അജ്സലാണ് ഇത്തരത്തിൽ പാഴ്വസ്തുക്കൾ കൊണ്ട് ദിനോസർ, ഹൊറർ സിനിമയിലെ കഥാപാത്രമായ ധീമൻ എന്ന ഗോസ്റ്റിൻ്റെ രൂപം തുടങ്ങി നിരവധി മോഡലുകൾ വീട്ടിൽ നിർമ്മിച്ചിരിക്കുന്നത്. പന്ത്രണ്ടാം വയസ്സുവരെ വീട്ടുകാർക്ക് ശല്യക്കാരനായ ഒരു കുട്ടിയായിരുന്നു അജ്സൽ. സ്കൂളിൽ ക്ലാസ്സിലിരിക്കില്ല, പുറത്തുപോയാൽ എല്ലാവരെയും ആക്രമിക്കുന്ന സ്വഭാവം. ഇതുകൊണ്ടൊക്കെ വീട്ടിൽ ഉമ്മ സബീറ ഉൾപ്പെടെ എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. വീട്ടിലെ വിലപിടിപ്പുള്ള ഒട്ടുമിക്ക സാധനങ്ങളും അജ്സൽ നശിപ്പിച്ചിട്ടുണ്ട്. കുടുംബത്തിൽ ആഘോഷങ്ങൾക്കോ മറ്റു പരിപാടികൾക്കോ പോലും ഈ മാതാപിതാക്കൾക്ക് പോകാൻ പറ്റാറില്ല. എവിടെ പോയാലും കാണുന്ന പാഴ്വസ്തുക്കളെല്ലാം കവറിലാക്കി കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടുവയ്ക്കുമായിരുന്നു. പിന്നീട് 12ാം വയസ്സിൽ അവൻ ആ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു ആൺകുട്ടിയുടെ രൂപമുണ്ടാക്കി. അതിനുശേഷം ദിനോസർ, ഹൊറർ സിനിമ കഥാപാത്രമായ ധീമൻ എന്ന ഗോസ്റ്റിൻ്റെ രൂപം തുടങ്ങി നിരവധി മോഡലുകൾ വീട്ടിലുണ്ടാക്കുകയായിരുന്നു. അതോടെ അജ്സലിൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതോടെ വീട്ടുകാർ ഇത് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അവന് ചെറുപ്പത്തിലെ സ്കൂളിൽ പോകാൻ മടിയായിരുന്നു. അപ്പം എനിക്കും എൽഡിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ആദ്യം. അപ്പം 3ാം ക്ലാസ് മുതലാണ് ഞാൻ ഇവന് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ട് ഇവനിൽ. കാരണം ഇവന് എന്ത് പാഴ്വസ്തുക്കൾ കണ്ടാലും ഇവനത് സൂക്ഷിച്ചു വെക്കും. അത് എങ്ങനെ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിലുണ്ടാവും. അതിങ്ങനെ കൊണ്ടുവന്ന് കൂട്ടി വെക്കും. അപ്പോൾ ആദ്യം സ്കൂളിൽ പോകുന്ന ആഴ്ചയിൽ ഒരു ദിവസമേ സ്കൂളിൽ പോകുള്ളൂ. സ്കൂളിൽ പോയി തന്നെ ആണെങ്കിൽ അവിടെ ഇരിക്കാൻ ക്ലാസ്സിലിരിക്കാൻ ഒട്ടും പറ്റില്ല. ഭയങ്കര വാശിയും കാര്യങ്ങൾ, പ്രത്യേകതരം വാശിയും കാര്യങ്ങളായിരുന്നു. ഒരു 12 വയസ്സ് വരെ ആകെ വേറൊരു ക്യാരക്ടറായിരുന്നു. ഭയങ്കര ദേഷ്യം പിടിക്കുക, ഒന്നും നല്ലതും ഒന്നും പറയാൻ പറ്റില്ല അവനോട്, ഒരു കാര്യങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. അപ്പം പിന്നീടാണ് ഞാൻ UP സ്കൂളിലേക്ക് മലയാളം മീഡിയത്തിലേക്ക് മാറ്റിയതിന് ശേഷമാണ് അവന് ഓരോന്നും ഉണ്ടാക്കാൻ തുടങ്ങി പാഴ്വസ്തുക്കൾ കൊണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും വാങ്ങി കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ആകെ ഞങ്ങൾ വാങ്ങിക്കൊടുത്തത് കുറച്ച് ടാപ്പും പശയും അത് മാത്രമേ വാങ്ങിക്കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ആദ്യം ഒന്നുണ്ടാക്കി, അത് UP സ്കൂളിൽ പഠിക്കുമ്പോൾ അത് കൊണ്ടുപോയി ശാസ്ത്രമേളക്ക് കാണിച്ചിരുന്നു. അതിന് ശേഷമാണ് പിന്നെ കൂടുതലായിട്ട് എനിക്ക് ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ് വന്നപ്പോൾ ഞങ്ങൾ റൂം അതിനായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. അപ്പം അതിന് വേണ്ട പശയും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്ത് പിന്നാണ് ഡൈനോസറും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ചെറുപ്പം മുതലേ കിട്ടുന്ന സാധനങ്ങളെല്ലാം കൂട്ടിവെക്കാൻ തനിക്കിഷ്ടമായിരുന്നെന്നും യൂട്യൂബ് വീഡിയോസ് കണ്ടതിൽ നിന്നുമാണ് ഇങ്ങനെ ചില രൂപങ്ങൾ ഉണ്ടാക്കാൻ ആരംഭിച്ചതെന്നും അജ്സലും പറയുന്നു. ചെറുപ്പം മുതലേ എനിക്കിങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൂട്ടി വെക്കാൻ ഇഷ്ടമായി. ഒരുപാട് സാധനങ്ങൾ എവിടെ പോയാലും കുപ്പി പാട്ടാണെങ്കിലും എന്ത് സാധനമാണ് ഞാൻ കളക്ട് ചെയ്ത് വെക്കും. അത് ഒഴിവാക്കിയതാണെങ്കിലും പുതിയതാണെങ്കിൽ എന്താണ് ഞാൻ കളക്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഇത് വെച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യമായിട്ടില്ലായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് ഞാൻ ഓൺലൈനിൽ വീഡിയോസുകളൊക്കെ കാണാനുണ്ട്. അപ്പം അതൊക്കെ കണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കണം എന്ന് തോന്നി. അപ്പോൾ എനിക്ക് ഞാൻ സ്വന്തമായിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം, അതിന് മുമ്പ് ഞാൻ ഇങ്ങനെയുള്ളതൊക്കെ ചെറിയായിട്ട് ഉണ്ടാക്കലുണ്ടായി. റോബോട്ടൊക്കെ പോലെ തന്നെ. പക്ഷേ മനുഷ്യൻ്റെ ലുക്കില്ല, ഇങ്ങനെ ഷേപ്പൊക്കെ വെച്ച് ഞാൻ ഉണ്ടാക്കലുണ്ടായി. എക്സ്പീരിയൻസിനാണ് എനിക്ക് ഈ റോബോട്ടുകളെ കുറിച്ചൊക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഒരുപാട് റിസർച്ചിങ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായി. ഇതിപ്പോൾ പറയുകയാണെങ്കിൽ ഈ ഡൈനോസറിനാണെങ്കിൽ ഇത് മൊത്തം പാഴ്വസ്തുക്കളാണെന്ന് വെച്ചാൽ നമ്മളെ കുപ്പി പാട്ട ഒഴിവാക്കാൻ ചപ്പ് സാധനങ്ങളില്ലേ അത്. പിന്നെ ഇതിൻ്റെ ബോഡി വരുന്ന പ്ലാസ്റ്റിക്കും കാർഡ്ബോർഡുമാണ്. ഇതിൻ്റെ പുറമെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒഴിവാക്കിയ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കി. പിന്നെ അത് ഇരുന്തുമീൻ്റെ അച്ചാണ്. ഇരുന്തുമീൻ്റെ അച്ച് അത് വെച്ചിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഞാനൊരു ഷേപ്പ് ഉണ്ടാക്കിയത്, റിയലിസ്റ്റിക് പോലെ ഷേപ്പ്. ഇത് ഗ്ലൂ ഗണ്ണാണ്.
ഇതിൻ്റെ ഉള്ളിൽ കണ്ണ് കാർബോർഡാണ്, പല്ലൊക്കെ പേപ്പറാണ്. പേപ്പറും പ്ലാസ്റ്റിക്കും ടാപ്പൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതൊക്കെ. എഴുത്തും വായനയും അറിയില്ലെങ്കിലും വോയിസ് ടൈപ്പിംഗ് വഴി AI-യിലൂടെ നിരവധി അറിവുകൾ നേടിയ അജ്സൽ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകൾ കൈകാര്യം ചെയ്യും. ഒരു പരിശീലകരുടെയും സഹായമില്ലാതെ റോളർ സ്കേറ്റിംഗും നന്നായി വശമാക്കിയിട്ടുണ്ട്. ഒരു ശാസ്ത്രജ്ഞനാകണമെന്ന മോഹം മനസ്സിൽ സൂക്ഷിക്കുന്ന അജ്സലിൻ്റെ റോൾ മോഡലും ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീനാണ്. ഭാവിയിൽ എനിക്ക് ഒരു സയൻറ്റിസ്റ്റ് ആവാനാണ് ആഗ്രഹം. ഒരു ലോകത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന റോബോട്ടിക് സയൻറ്റിസ്റ്റ്. ഈ റോബോട്ട്സിനെ കുറിച്ചും AI ഫംഗ്ഷനെ കുറിച്ച് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള ശാസ്ത്രജ്ഞനാവണമെന്നാണ് ആഗ്രഹം. ക്യാമറാമാൻ റഫീഖ് തൊട്ടുമുഖത്തോടൊപ്പം വിനോദ് നിസ്രി, CTV പ്രാദേശിക വാർത്ത.